സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. സ്നേഹം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, ഭാര്യയെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, കുട്ടികളെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, അടുത്ത പ്രിയപ്പെട്ടവരെ പാസ്റ്ററെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, സഹകരിക്കുന്ന വളരെ അടുത്ത പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. സ്നേഹം പുറപ്പെടുന്നില്ല. സ്നേഹം പുറപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ വെറുപ്പ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഭാര്യയോട് വെറുപ്പ്. ഇടയ്ക്ക് സ്നേഹം പോലെ തോന്നുന്നുവെങ്കിൽ പോലും വെറുപ്പ് വരുന്നുവല്ലാതെ, പിണക്കം വരുന്നുവല്ലാതെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. ദൈവം സ്നേഹം തന്നെയെന്ന 1 യോഹന്നാനിൽ നമ്മൾ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നപ്പോൾ ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവസ്നേഹം അവിടുന്ന് നമ്മിലേക്ക് പകരുകയാണ്. ദൈവസ്നേഹം നമ്മിലേക്ക് അവിടുന്ന് പകരുന്നുവെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയും. അത് മനസ്സിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. നമ്മുടെ പ്രാണനിൽ നമുക്ക് മനസ്സുണ്ട്, വികാരങ്ങളുണ്ട്. വികാരങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വികാരമാണ് സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹത്തെ പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ എവിടെയോ കേട് സംഭവിച്ചിട്ടുണ്ട്. സ്നേഹത്തിന് പകരമായിട്ട് വികാരങ്ങളിൽ വെറുപ്പ് വല്ലാതെ സ്വാധീനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ മനസ്സിന് ഒരു സൗഖ്യം ആവശ്യമാണ്.